നമസ്കാരം. പ്രധാന വാർത്തകൾ. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെ എതിർക്കുന്ന ഇടത് യുവജന സംഘടനകൾ വസ്തുതകൾ മനസ്സിലാക്കാതെയെന്ന് വി ടി ബൽറാം MLA. പങ്കാളിത്ത പെൻഷന്റെ മറവിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള നീക്കത്തെ യൂത്ത് കോൺഗ്രസ് എതിർക്കുമെന്നും വി ടി ബൽറാം. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ ധാർഷ്ട്യത്തിന്റെ ഫലമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AK ബാലൻ. കക്ഷി രാഷ്ട്രീയം നോക്കാതെയാണ് സംസ്ഥാനം ഭരിക്കുന്ന UDF സർക്കാർ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ. സ്വന്തം സ്ഥലമുണ്ടായിട്ടും അനങ്ങിന്റെ വില്ലേജ് ഓഫീസ് വാടക കെട്ടിടത്തിൽ തന്നെ. പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ സാങ്കേതിക കുരുക്ക് അഴിയുന്നില്ല. റംസാനും ഓണവും അടുത്തെത്തി നിൽക്കുന്നു. വിപണികളിൽ വൻ തിരക്ക്. വിലക്കയറ്റം ആഘോഷം കുറയ്ക്കുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെ എതിർക്കുന്ന ഇടത് യുവജന സംഘടനകളുടെ നിലപാട് വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്ന് വി ടി ബൽറാം MLA. സർക്കാരിന് നിലവിൽ എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയല്ല ഈ തീരുമാനം. ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. എന്നാൽ പങ്കാളിത്ത പെൻഷന്റെ മറവിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള നീക്കം അനുവദിക്കില്ലെന്നും വി ടി ബൽറാം MLA തൃത്താലയിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ആശയമല്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയിരിക്കുകയാണ്. ലോകത്തെമ്പാടും തന്നെ പങ്കാളിത്ത പെൻഷൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ ചൈനയിൽ പോലും പങ്കാളിത്ത പെൻഷൻ എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് DYFI അടക്കമുള്ള സംഘടനകളും മറ്റ് ഇടതുപക്ഷ പാർട്ടികളും ഇതിനെതിരെ ഇത്ര വ്യാപകമായ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ അവർ ബാധ്യതപ്പെട്ടവരാണ്. പങ്കാളിത്ത പെൻഷൻ കൊണ്ട് കേരളത്തിലെ ഇന്നത്തെ സർക്കാരിന്റെ പെൻഷൻ ബാധ്യത കുറയും എന്നുള്ള ഒരു അവകാശവാദവും നമുക്കില്ല. യഥാർത്ഥത്തിൽ പെൻഷൻ ബാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. നിലവിലുള്ള ജോലിക്കാർക്കെല്ലാം നിലവിലുള്ള രീതിയിലുള്ള പെൻഷൻ കൊടുക്കണം. അതോടൊപ്പം പുതിയതായി പങ്കാളിത്ത പെൻഷനിലൂടെ കടന്നു വരുന്ന ജീവനക്കാർക്ക് അവരുടെ പങ്കാളിത്തമായിട്ടുള്ള അതിലേക്കുള്ള കോൺട്രിബ്യൂഷനായിട്ട് സർക്കാരിന്റെ കോൺട്രിബ്യൂഷനായിട്ട് അധിക തുക അടയ്ക്കണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലവിൽ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഈ തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ പങ്കാളിത്ത പെൻഷന്റെ മറവിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ചെറുപ്പക്കാർ അതിനെ അംഗീകരിക്കില്ല. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെതിരായിട്ടുള്ള സമരങ്ങളിൽ മുൻപന്തിയിലുണ്ടാവും. എന്നാൽ പങ്കാളിത്ത പെൻഷനെ ഞങ്ങൾ അംഗീകരിക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ ധാർഷ്ട്യത്തിന്റെ ഫലമാണ് പെട്രോൾ ഡീസൽ വില വർധനവെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK ബാലൻ. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ ചളവറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറയാനുള്ള അഹങ്കാരം, ധാർഷ്ട്യം കേന്ദ്ര ഗവൺമെന്റ് കാട്ടിയത്. ഇതിന്റെ ഭാഗമായി എന്തുണ്ടായി? പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചു, ഡീസലിന് വില വർദ്ധിച്ചു, പാചകവാതകത്തിന് വില വർദ്ധിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CPM നടത്തുന്ന കലക്ടറേറ്റ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് ജില്ലാ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CP കൃഷ്ണനാണ് ജാഥ ക്യാപ്റ്റൻ. ചളവറയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ CPM ഏരിയ കമ്മിറ്റി അംഗം E ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ജാഥാംഗങ്ങളായ KV രാമകൃഷ്ണൻ, PK സുധാകരൻ, R ചിന്നക്കുട്ടൻ, A പ്രഭാകരൻ, MB രാജേഷ് MP, KS അലീഖ MLA എന്നിവർ സംസാരിച്ചു. PA ഉമ്മർ, KB സുഭാഷ്, K ബാലകൃഷ്ണൻ, PM വാസുദേവൻ, K വേണുഗോപാൽ, E വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. ജാഥയ്ക്ക് ശനിയാഴ്ച രാവിലെ ചെർപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ CT കൃഷ്ണൻ, അംഗങ്ങളായ R ചിന്നക്കുട്ടൻ, MB രാജേഷ് എന്നിവർ സംസാരിച്ചു. 13 സാധനങ്ങൾക്ക് 5 കൊല്ലക്കാലം ഒരു നയാ പൈസ വില വർദ്ധിപ്പിക്കാതെ കൺസ്യൂമർ ഫെഡും മാവേലി സ്റ്റോറും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുത്തതാണ്. അതിൽ 5 സാധനങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് ഗവൺമെന്റ് വില കൂട്ടി. അറിഞ്ഞോ? ജാഥ ശനിയാഴ്ച വൈകിട്ട് മണ്ണാർക്കാട് സമാപിച്ചു. കക്ഷി രാഷ്ട്രീയം നോക്കാതെയാണ് സംസ്ഥാനം ഭരിക്കുന്ന UDF സർക്കാർ ജനങ്ങളിലേക്ക് വികസനങ്ങൾ എത്തിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ. മംഗലാംകുന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നിലവിലുള്ള UDF സർക്കാർ ശ്രമിക്കുന്നതുപോലെ സംസ്ഥാനം ഭരിച്ച മറ്റ് ഏതൊരു സർക്കാരുകൾക്കും കഴിഞ്ഞിട്ടില്ല. കക്ഷി രാഷ്ട്രീയത്തിനതീതമായും ജാതിമത വ്യത്യാസം കൂടാതെയുമാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളിലേക്ക് വികസനം എത്തിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ വികസനം എത്തിക്കുന്നതെന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. വരുമാനം ചെലവും
ഒത്തുപോകുന്ന രീതിയിൽ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഭരണകൂടങ്ങളുടെ ചുമതല ജനങ്ങൾക്ക് ന്യായമായ മിതമായ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങളും അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കുക, അത് ലഭ്യമാക്കുക, അതിനുവേണ്ടിയുള്ള നിരവധി നടപടികൾ നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് ശ്രീ ബഹുമാനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും കൃഷിക്കാരെയും എല്ലാം സഹായിക്കാൻ ഒട്ടേറെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിലൊന്നും രാഷ്ട്രീയമില്ല. 32 ലക്ഷം കുടുംബങ്ങൾക്ക് 1 രൂപയുടെ അരി കൊടുക്കുകയാണ് ഗവൺമെന്റ്. സംബന്ധിച്ചിടത്തോളം കൃഷിക്കാർക്ക് പെൻഷൻ ചരിത്രത്തിൽ ആദ്യമായി ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്നു. എല്ലാ പെൻഷനുകളും ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു കൊല്ലത്തിനകം 225 രൂപ, ആകെ മുമ്പ് 300 രൂപ വേണ്ടത് ഏതാണ്ട് അതിന്റെ പകുതി, അതിന്റെ ഇരട്ടി ഒരു കൊല്ലത്തിനുള്ളിൽ വർദ്ധിപ്പിച്ചിരിക്കും. സഹകരണ സംഘങ്ങളാണ് നാടിന്റെ വികസനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നും ഇത്തരം സഹകരണ സംഘങ്ങൾ തകരാതെ പിടിച്ചു നിർത്തേണ്ടത് അതാത് പ്രദേശത്തെ ജനങ്ങളാണെന്നും CV ബാലചന്ദ്രൻ കൂട്ടിച്ചേർത്തു. മംഗലാംകുന്ന് സെന്ററിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സംഘം പ്രസിഡന്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 1 ലക്ഷം രൂപ കുറിയുടെ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം KPCC നിർവാഹക സമിതി അംഗം EK ശ്രീകണ്ഠനും മിൽമ പാൽ സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം PS അബ്ദുൽ ഖാദറും വളം ഡിപ്പോയുടെ ഉദ്ഘാടനം CNR ഗുപ്തനും നിർവഹിച്ചു. KV വിജയകുമാരി, AP രത്നകുമാർ, MA പരമേശ്വരൻ, കൊമ്പത്ത് ഭാസ്കരൻ, C മാധവിക്കുട്ടി, B ഉണ്ണികൃഷ്ണൻ, K രാജൻ, K രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. സംവരണമുണ്ടായിട്ടും പിന്നോക്ക വിഭാഗക്കാർക്ക് സർക്കാരിൽ നിന്നും വേണ്ടത്ര ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ലെന്ന് CP മുഹമ്മദ് MLA പറഞ്ഞു. കേരള പാക്കനാട് സംഘം കൊപ്പം യൂണിറ്റ് സംഘടിപ്പിച്ച കുടുംബ സംഗമം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സർക്കാർ എന്ത് ആനുകൂല്യം പ്രഖ്യാപിച്ചാലും ഏതൊരു സമുദായവും വളരണമെങ്കിൽ ആദ്യം ആ സമുദായത്തിൽപ്പെട്ടവർക്ക് ഇച്ഛാശക്തി വേണം. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഭരണഘടന പിന്നോക്ക സമുദായങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്കും സംവരണം ഏർപ്പെടുത്തി ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി. പക്ഷേ നേരൻ ഗോപിനാഥൻ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം കിട്ടി 65 വർഷം കഴിഞ്ഞിട്ടും ചില ഓലമേഞ്ഞ വീടുകൾ ഓടുമേഞ്ഞതും കോൺക്രീറ്റ് വീടുകളുമായി എന്നുള്ളതല്ലാതെ പല മേഖലകളിലും ഇന്നും പട്ടികജാതി വർഗക്കാരും സമുദായക്കാരും വളരെയധികം പിന്നിലാണ്. സംവരണം ഉണ്ടായതുകൊണ്ട് ഉദ്യോഗത്തിൽ പ്രാതിനിധ്യമുണ്ടാവും. പക്ഷേ നിങ്ങളുടെ സമുദായം അതിനനുസരിച്ച് ഉയർന്നില്ലെങ്കിൽ പട്ടികജാതിയിലെ മറ്റു സമുദായങ്ങൾ ഉയർന്നു പോകും. അത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പട്ടാമ്പി കാർഷിക വികസന ബാങ്ക് ഹാളിലാണ് പാക്കനാർ സംഘത്തിന്റെ കുടുംബസംഗമം നടന്നത്. സമുദായത്തിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കേരള പാക്കനാർ സംഘം പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B വസന്ത, KK ശാന്തകുമാർ, ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അനങ്ങനടി വില്ലേജ് ഓഫീസ് ഇപ്പോഴും വാടക കെട്ടിടത്തിൽ തന്നെ. സ്വന്തമായി ഉണ്ടായിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായതോടെ 5 വർഷം മുമ്പ് വാടക കെട്ടിടത്തിലേക്ക് മാറിയതാണ്. സ്വന്തം സ്ഥലമുണ്ടെങ്കിലും കെട്ടിടം പണിയാനുള്ള ഫണ്ട് ലഭിക്കാത്തതാണ് പ്രശ്നം. മുമ്പ് കെട്ടിടം നിർമ്മിക്കാൻ 3 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതിന്റെ മറ്റു നടപടികളൊന്നും ആയിട്ടില്ല. റവന്യൂ വകുപ്പിന്റെ ഫണ്ടാണ് ഇതിനായി നീക്കിവച്ചിരുന്നത്. അനങ്ങനടി പഞ്ചായത്ത് മുഴുവൻ ഉൾപ്പെടുന്ന ഈ വില്ലേജ് ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വലിയ പരിമിതികൾക്കുള്ളിലാണ്. ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ലാത്ത വാടക കെട്ടിടത്തിൽ സ്റ്റോർ റൂം ഉൾപ്പെടെ 3 മുറികളുണ്ടെങ്കിലും ജീവനക്കാർക്കും ആവശ്യക്കാരായി എത്തുന്നവർക്കും ഇരിക്കാനുള്ള സൗകര്യവും കെട്ടിടത്തിലില്ല. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ 5 ജീവനക്കാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പരാതികളുടെ ഭാഗമായി കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താൻ നിർമ്മിതി 1 ലക്ഷം രൂപ അനുവദിച്ചു എന്നറിയിച്ചിട്ടുണ്ട്. എന്നാൽ അറ്റകുറ്റപ്പണി നടത്താനാവാത്ത വിധം കെട്ടിടം തകർന്നിരിക്കുകയാണ്. അതിനാൽ പുതുക്കി പണിയാൻ ആവശ്യമായ കൂടുതൽ ഫണ്ട് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ 5 വർഷമായി ഉപയോഗിക്കാത്ത കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കാത്തതിനാൽ ഇപ്പോഴും ഇതിന്റെ കറണ്ട് ബില്ലും വരുന്നുണ്ട്. സർക്കാർ ഓഫീസുകൾ ചിലവ് കുറയ്ക്കണമെന്ന് ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടിയാണ് 5 വർഷം ഉപയോഗിക്കാതെ കറണ്ട് ബിൽ നൽകേണ്ടി വന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ വില്ലേജ് ഓഫീസിന്. നോമ്പ് തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോൾ റംസാൻ വിപണി സജീവമാകുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പെരുന്നാൾ ആഘോഷത്തിന്റെ പകിട്ട് കുറയ്ക്കുമോ എന്ന ആശങ്കയിലാണ് ജനം. റംസാന് ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ വിപണി സജീവമാകുന്നു. ടെക്സ്റ്റൈൽസ് രംഗത്താണ് കൂടുതൽ തിരക്കനുഭവപ്പെടുന്നത്. പെൺകുട്ടികൾക്കുള്ള മായാമോഹിനി, തട്ടത്തിൻ മറയത്ത്, മല്ലു സിംഗ് തുടങ്ങിയ പേരുകളുള്ള ചുരിദാറുകളും മിഡികളുമാണ് ഈ വർഷത്തെ പ്രത്യേകത. 2300ഓളം രൂപയാണ് ഇവയുടെ വില. പെരുന്നാളിന്റെ സാധനങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തട്ടത്തിൻ മറയത്താണ് ഏറ്റവും ഫ്രണ്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മായാമോഹിനി, ഇപ്പം നമ്മളവിടെ കണ്ട മായാമോഹിനി, അതും കുഴപ്പമില്ല, ആവറേജിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപെരുന്നാൾക്കാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. അതോടൊപ്പം തന്നെ പിന്നെ ഓണം
കുഴപ്പമില്ല, നല്ലൊരു കസ്റ്റമർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അവരുടെ വേറെ ട്രെൻഡാണ്. എന്തായാലും ഇപ്പോഴും ഓണം കസ്റ്റമർ ഞങ്ങൾക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത രൂപത്തിൽ. മിഡി ഉണ്ട്, പിന്നെ സെപ്പറേറ്റ് മിഡി ഉണ്ട്. മിഡി സെറ്റാണ് കുട്ടികളുടെ ഐറ്റംസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മായാമോഹിനി ഇപ്പോൾ ട്രെൻഡായിട്ട് ചട്ടത്തിൽ മറയത്തും കൂടുതലും കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്കും മായാമോഹിനി ചെറിയ 22 സൈസ് 20 സൈസൊക്കെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ മാക്സിമം അവരെ തൃപ്തിപ്പെടുത്തി സന്തോഷത്തിൽ വിടുന്നുണ്ട്. മോഡലായിട്ടുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള പർച്ചേസിംഗ് ചെയ്തിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അവരുടെ 2 പീസ് വെറൈറ്റി ഫ്രോക്കുകൾ, നല്ല ഫാൻസി ഫ്രോക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് 800 രൂപ മുതൽ 900 രൂപയോളം വില വരുന്ന കോബ്ര ഷെയ്ഡിംഗ്, ബോണ്ടിംഗ് ടൈപ്പ് പേരുകളിലുള്ള ജീൻസുകൾക്കാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. മത്സ്യമാംസ വിപണിയിൽ ഇറച്ചിക്കോഴിക്ക് കിലോഗ്രാമിന് 80 രൂപയോളം വിലയുണ്ട്. വില കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇറച്ചിക്ക് ചിലവ് കൂടുതലാണ്. പച്ചമീനിനും അല്പം വില കൂടിയിട്ടുണ്ട്. 40 രൂപ മുതൽ 60 രൂപ വരെയാണ് മത്തിയുടെ വില. 20 രൂപയുണ്ടായിരുന്ന ബിരിയാണി അരിയുടെ വില ഇപ്പോൾ 27 രൂപ 50 പൈസയാണ്. 29 രൂപ 50 പൈസയുണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് 40 രൂപയാണ് വില. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 120 രൂപയുണ്ടായിരുന്ന ഈത്തപ്പഴം ഇപ്പോൾ 140 രൂപയാണ് വില. പെരുന്നാൾ ഇതൊക്കെ ആയോണോ ഈ സാധനങ്ങളെല്ലാം വില കൂടുതൽ തന്നെയാണ്. ആൾക്കാരോട് വില പറയാൻ തന്നെ ഒരു പേടിയോ ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. അരിയൊക്കെ ഒരു 7 രൂപ 8 രൂപ ഒരു കിലോത്തിന് മാറ്റം വന്നിട്ടുണ്ട്. പഞ്ചസാര 10 രൂപയുടെ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും എണ്ണ ഒഴികെ എല്ലാ സാധനങ്ങൾക്കും പൊതുവെ വില കൂടിയിട്ടുണ്ട്. ബിരിയാണി സാധനങ്ങൾ അരികളൊക്കെ നല്ല കൂടുതൽ കൂടിയിട്ടുണ്ട്. വേറെയുള്ള മസാല ഡാലിൻ്റെയൊക്കെ ഒരു ആവറേജ് നിൽക്കുന്നുണ്ട്. വില നിയന്ത്രിക്കാനായി സർക്കാർ നിയന്ത്രണത്തിലുള്ള നന്മ സ്റ്റോറുകളിലും മാവേലി സ്റ്റോറുകളിലും വിലയ്ക്ക് അല്പം കുറവുണ്ട്. നന്മ മാവേലി സ്റ്റോറുകളിൽ ആവശ്യക്കാർ കൂടുതലായി എത്തുന്നുമുണ്ട്. വില അല്പം കൂടിയാലും പെരുന്നാൾ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് വിശ്വാസികൾ. മണ്ണാർക്കാട് തത്തേങ്ങലത്തുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിൽ 10 വർഷമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻഡോസൾഫാൻ സുരക്ഷിത ബാരലിലേക്ക് മാറ്റി നിർവീര്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. പ്രദേശത്ത് പിറക്കുന്ന കുട്ടികളിൽ ശാരീരിക വൈകല്യം ഉണ്ടാകുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ കശുമാവിൻ തോട്ടത്തിലേക്ക് 10 വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന 313 ലിറ്റർ എൻഡോസൾഫാനാണ് നിർവീര്യമാക്കാതെ സൂക്ഷിച്ചിരിക്കുന്നത്. സൂക്ഷിച്ചിരിക്കുന്ന ബാരൽ പൊട്ടിയൊലിച്ച് അന്തരീക്ഷത്തിലും വെള്ളത്തിലും കലരുമെന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. ഇതിനിടെ തത്തേങ്ങലം മേഖലയിലെ പലർക്കും ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടായത് എൻഡോസൾഫാൻ മൂലമാണോ എന്ന ആശങ്കയും ജനങ്ങളിലുണ്ട്. എന്നാൽ 3 വർഷം മുമ്പ് കാസർഗോഡ് നടത്തിയ വിദഗ്ധ പരിശോധനാ സംഘം മണ്ണാർക്കാട്ടെയും ശാരീരിക വൈകല്യം സംഭവിച്ചവരുടെ പരിശോധനാ റിപ്പോർട്ട് ശേഖരിച്ചിരുന്നു. കാസർഗോഡ് എൻഡോസൾഫാൻ മൂലമാണ് ശാരീരിക വൈകല്യങ്ങളെന്ന് സംഘം റിപ്പോർട്ട് ചെയ്തുവെങ്കിലും മണ്ണാർക്കാട്ടേത് എൻഡോസൾഫാൻ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല. അതിനാൽ തുടർ നടപടികളൊന്നും മണ്ണാർക്കാട് നടത്തിയിരുന്നുമില്ല. എന്നാൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാന്റെ ടിന്നുകൾ നശിച്ചതിനാൽ അന്തരീക്ഷത്തിലും വെള്ളത്തിലും കലർന്ന് മാരക രോഗങ്ങൾക്ക് കാരണമാകുമോ എന്ന ഭീതി ശക്തമാണ്. അതിനാൽ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ചെയ്ത പോലെ എൻഡോസൾഫാൻ സുരക്ഷിത ബാരലുകളിലേക്ക് മാറ്റി നിർവീര്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് KSRTC സബ് ഡിപ്പോയിലെ ഡീസൽ ബങ്കിന് ശാപമോക്ഷം. ഡീസൽ ബങ്കിന്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ് 1.5 വർഷം പിന്നിട്ടുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചുവപ്പ് നടയിൽ കുടുങ്ങിക്കിടന്ന ബങ്ക് ഓണത്തിന് മുമ്പ് പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് KSRTC അധികൃതർ നൽകുന്ന വിവരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അന്നത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ജോസ് ബേബി ഡീസൽ ബങ്കിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഡീസൽ ബങ്ക് നിർമ്മിച്ച സ്ഥലത്തിന്റെ സർവേ നമ്പറും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നൽകിയ സർവേ നമ്പറിലും വ്യത്യാസം കണ്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ലഭിക്കാതെ ഡീസൽ ബങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയില്ലെന്നറിയിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ബന്ധപ്പെട്ടവരുടെ താൽപര്യക്കുറവ് കാരണം പിന്നീട് ബങ്കിന്റെ പ്രവർത്തനം ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസമാണ് പ്രവർത്തനോദ്ഘാടനം വരെ കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിക്കാൻ 2 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നത്. ഇതിനിടെ വിഷയം N. ഷംസുദ്ദീൻ MLA നിയമസഭയിൽ അറിയിക്കുകയും പരിഹാരമുണ്ടാക്കാമെന്ന ഗതാഗത വകുപ്പ് മന്ത്രി മറുപടി നൽകുകയും ചെയ്തു. തുടർന്നാണ് വിഷയത്തിൽ അല്പം അനുകൂല ചലനമുണ്ടായത്. എന്തായാലും ഓണസമ്മാനമായി ഡീസൽ ബങ്ക് പ്രവർത്തന സജ്ജമാകുമെന്നാണ് അധികൃതർ ഉറപ്പു നൽകുന്നത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDS 14ാം വാർഷികം ആഘോഷിച്ചു. CP മുഹമ്മദ് MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 14ാം വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഏത് മേഖലയിലായാലും സ്ത്രീകൾ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത CP മുഹമ്മദ് MLA പറഞ്ഞു. സ്ത്രീകളുടെ കാര്യത്തിൽ വർത്തമാനകാലത്ത് ഇത്രമാത്രം മുന്നേറ്റമുണ്ടായ ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
ലോകത്തിലെ ഏറ്റവും ശക്തയായ വനിതാ പ്രധാനമന്ത്രിയായ രാജ്യമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യ രാജ്യത്ത്. ഇന്ന് ഇപ്പൊ പ്രതിഭാ പാട്ടീൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് വരെ നോക്കിയാൽ പ്രതിഭാ പാട്ടീൽ പ്രസിഡന്റ്, ലോകസഭാ സ്പീക്കർ മീരാകുമാർ വനിത, അദ്ദേഹം പഴയ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി ജഗജീവൻ റാമിന്റെ പുത്രിയാണ്. ഇന്ത്യ ഭരിക്കുന്നത് UPA ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സോണിയാഗാന്ധി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം പൂർത്തിയാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു. ബാലസഭാ കുട്ടികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ മറിയ, CDS ചെയർപേഴ്സൺ കെ സുലൈഖ, പഞ്ചായത്ത് അംഗങ്ങളായ കെ അസീസ്, സിന്ധു വാസുദേവൻ, ഇ ഹരിഗോവിന്ദൻ, ബിന്ദു സന്തോഷ്, മണികണ്ഠൻ, എ സുശീല, മുത്തുട്ടി, നജിമ ഇബ്രാഹിം, ബീന സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആരോഗ്യ ക്ലാസും ഉണ്ടായി. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 2500 നന്മ സ്റ്റോറുകൾ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് പറഞ്ഞു. കുളക്കാട് ആരംഭിച്ച നന്മ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൺസ്യൂമർ ഫെഡ് MD റജി കെ നായർ, ടി ഹരിശങ്കർ, DCC അംഗം ഒ വിജയകുമാർ, M ഗോവിന്ദൻകുട്ടി, പി സ്വാമിനാഥൻ, എ ലീല, അഡ്വക്കേറ്റ് അരുൺ, ഷാജു, ബിജുമോൻ എന്നിവർ സംസാരിച്ചു. തിരുവാലിയോട് തുടങ്ങുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌണിന്റെ ഉദ്ഘാടനവും ജോയ് തോമസ് നിർവഹിച്ചു. കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും പ്രസാദൂട്ടും ഞായറാഴ്ച നടക്കും. ക്ഷേത്രതന്ത്രി പന്നാവൂർ മനക്കൽ വസുന്ന മുതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെ എതിർക്കുന്ന ഇടത് യുവജന സംഘടനകൾ വസ്തുതകൾ മനസ്സിലാക്കാതെയെന്ന് VC ബൽറാം MLA. പങ്കാളിത്ത പെൻഷന്റെ മറവിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള നീക്കത്തെ യൂത്ത് കോൺഗ്രസ് എതിർക്കുമെന്നും VC ബൽറാം. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ ധാർഷ്ട്യത്തിന്റെ ഫലമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AK ബാലൻ. കക്ഷി രാഷ്ട്രീയം നോക്കാതെയാണ് സംസ്ഥാനം ഭരിക്കുന്ന UDF സർക്കാർ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ. സ്വന്തം സ്ഥലമുണ്ടായിട്ടും അനങ്ങിന്റെ വില്ലേജ് ഓഫീസ് വാടക കെട്ടിടത്തിൽ തന്നെ. പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ സാങ്കേതിക കുരുക്ക് അഴിയുന്നില്ല. റംസാനും ഓണവും അടുത്തെത്തി നിൽക്കുന്നു. വിപണികളിൽ വൻ തിരക്ക്. വിലക്കയറ്റം ആഘോഷം കുറയ്ക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.